എന്തുട്ടാ എടാ ഈ പാർട്ടി പറഞ്ഞ അനുസരിച്ച് ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ഇച്ചിരി വിഷയമാണ്. കുറച്ച് നാൾക്ക് മുമ്പ് പാർട്ടിയുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അപ്പാർട്ട്മെന്റിന്റെ മേലെ കയറുന്ന വെള്ളം അടിച്ച് അലമ്പാക്കി. അന്ന് ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ഉണ്ടല്ലോ, അവന്മാരെ പേടിപ്പിച്ച് വലപ്പിച്ച് മുള്ളിച്ച്. എനിക്ക് തോന്നണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി പണി പൂർത്തിയാക്കി പെൻഷൻ വാങ്ങാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം ആ സെക്യൂരിറ്റിയുടെ പ്രയത്നമുണ്ടെന്നാണ്. അയാൾക്ക് പെൻഷൻ കിട്ടാത്തവരെ ഞങ്ങൾ എന്ത് ചെയ്യാന്? അത് ശരി. എടാ ഇത്ര നാൾ ഇവിടെ ഞാൻ താമസിച്ചിട്ട് ഇന്നേ വരെ ഒരു സെക്യൂരിറ്റി പ്രയത്നം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ വന്ന നിന്നെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നീയൊക്കെ ഇവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തോ ഒപ്പിച്ചെന്ന് ആ ഭൂതത്തിന്റെ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിച്ചു, അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഇവന് ഇക്കിള് വന്നിട്ട് അല്ല, അല്ലെങ്കിൽ തന്നെ എക്സ്പയറി ഡേറ്റ് തന്നെ സെക്യൂരിറ്റി എന്തായാലും ഞങ്ങൾ ഓടിച്ചിരുന്നത്. താഴെ ശമ്പളം വാങ്ങിച്ച് ജീവനോട് സെക്യൂരിറ്റി ഉണ്ടല്ല, പുള്ളി ഞങ്ങളെ പിടിച്ചാ പോരെ. എന്ത് മാങ്ങാത്തൊലിയാണോ? നീ ഒരു കാര്യം ചെയ്യ, താഴെ പോയാൽ മാങ്ങാത്തൊലി സെക്യൂരിറ്റിയോട് ചോദിക്കും ഇതിനെ കുറിച്ച് വല്ല അറിയാവുന്ന. അല്ല ഞാനിപ്പോ എന്ത് ചോദിക്കാനാണ്? നീ പാട്ടിയെടുത്ത് വെച്ച് വെച്ചില്ലേ, അതന്നെ ചോദിച്ചാൽ മതി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മൂന്നൂർക്ക് ഒരുമിച്ച് പോവാം. ഞങ്ങൾ വരുന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ ആ സ്റ്റെയർ കേസ് കിടന്ന് കറങ്ങി എന്റെ കറക്കം ഇതുവരെ തലേന്ന് പോയിട്ടില്ല. നിനക്ക് പേടിയായിട്ടാണ്? പിന്നെ എന്റെ പട്ടി പേടിക്കും. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ആഹാ ബിൽഡിങ്ങും ലിഫ്റ്റും ഇല്ല. എന്താടാ പേടിച്ചിട്ടൊന്നുമല്ല. നിന്റെ ജോലിക്കാരി എന്തേ? അത് പോയി പോയാ? പിന്നല്ലാണ്ട് രാവിലെ എനിക്ക് ദേഷ്യത്തോടെ കയറി വന്നു. ഞാൻ പുള്ളിയുടെ മുഖത്തൊക്കെ രണ്ട് വർത്താനം പറഞ്ഞു. പുള്ളി അപ്പം തന്നെ പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുത്തിട്ട് വെള്ളപ്പേപ്പർ ടൈപ്പ് ചെയ്തിട്ട് താഴെ ഒപ്പിട്ടിട്ട് എടുക്കാളെല്ലാം എടുത്തിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒരു മര്യാദ വേണ്ടിയ എത്രയെന്ന് വെച്ചിട്ട്. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ കളിയാ? അല്ല ജോലിയൊക്കെ പോയിട്ട് നീ എന്തെങ്കിലും കൂളായിട്ടിരിക്കണേ? ഭാവി പരിപാടി എന്തൊക്കെ? അളി ഞാൻ ഒന്നും കാണ്ടി പരിപാടിക്ക് ഇറങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാട്ടിൽ അപ്പനതൊക്കെ ഒരു പെട്ടിക്കടയുണ്ട്. നൈസായിട്ട് വന്ന് പൊളിച്ച് റെനോവേറ്റ് ചെയ്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലെന്ന് ആലോചിക്കുക. അതിന്റെ ഫണ്ടൊക്കെ എങ്ങനെ? അതിനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ വൈകുന്നേരം പോയി സെറ്റ് ആക്കിയിട്ടല്ലേ വരുന്നത്. ഇത് കണ്ട മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ പുതിയൊരു ഗോൾഡ് ലോൺ സ്കീമുണ്ട്, വ്യാപാര വികാസ്. ഇത് നമ്മുടെ നീല മുത്തൂറ്റല്ലേ? എടാ അപ്പൊ നീ കണ്ടിട്ടുണ്ട്. എടാ നമ്മുടെ ഷാരൂഖ് ഖാൻ വഴിയിലൊക്കെ നീല ബോർഡിൽ രണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ലേ? ഇത് ട്രേഡേഴ്സിന് വേണ്ടി അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു ഗോൾഡ് ലോൺ സ്കീമാണ്. കയ്യിലുള്ള സ്വർണ്ണം വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ഇതിന് ഡെയിലി റീപേയ്മെന്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായോ? ഇല്ലില്ല. എടാ നമുക്ക് കിട്ടുന്ന ഡെയിലി വരുമാനത്തിൽ നിന്ന് നിനക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക അടച്ചാൽ മതി. അതാകുമ്പോൾ ഈ ടോട്ടൽ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യും. അതിനനുസരിച്ചുള്ള പലിശ അടച്ചാൽ മതി. അപ്പൊ ഈ ഡെയിലി റീപേയ്മെന്റ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അടയാ അല്ലെങ്കിൽ ഈ ലോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ഈ ഫോൺ നമ്പർ ഉണ്ടോ? ഇവിടെ ഈ നമ്പർ ഉണ്ടോ? ഇതിനകത്തൊരു മിസ് കോൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിന്റെ ഫോണില്ലേ, അതിനകത്ത് മുത്തൂറ്റ് പിൻകോഡ് പോകണമെന്നൊരു ആപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് ലോൺ എടുക്കാം. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാ ഈ കച്ചവടക്കാർക്ക് വേണ്ടി ഒരു സ്കീം വരുന്നത്. അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തണ്ടേ? അടയാ നിനക്ക് വേറൊരു കാര്യം അറിയോ? ഇവിടെ ഈ ഓണം പ്രമാണിച്ച് ഈ മുത്തൂറ്റ് പിൻകോർപ്പിലെ ഇടപാട് നടത്തുന്നവർക്ക് നറുക്കെടുക്കുന്ന മൊത്തം സമ്മാനങ്ങളാ. കാറ്, സ്കൂട്ടർ, ഫ്രിഡ്ജ്, എന്തായാലും നമുക്ക് കാശ് കുറച്ച് ആവശ്യമുണ്ട്. ഒരു കാർ കിട്ടിയാൽ എന്താ പുളിക്കൂ? ഇല്ല. എടാ സുനിലേ, ഈ നമ്മുടെ ഫ്ലാറ്റിലെ പ്രേതശല്യം അങ്ങനെ വല്ലതും നീ കേട്ടിട്ടുണ്ടാ? ഇല്ല. ഇല്ല, പ്രേതമൊന്നുമില്ല. ഇല്ല. അല്ല ഞാനെന്താ ഇവിടെ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി കാണാം. ചേട്ടാ 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 എന്താടാ അത്? ഇതാണ് ഈ ഫ്ലാറ്റിന് മുമ്പ് തൂക്കിട്ടേക്കണ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്. അതിന് എടാ ഒന്ന് മര്യാദക്ക് വായിച്ചു നോക്ക്. നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ തെറ്റിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അയാൾ നിങ്ങളോട് ദേഷ്യം തീർക്കണത്.
സന്ദർശകർ വാഹനം ഗസ്റ്റ് പാർക്കിങ്ങിൽ മാത്രം പാർക്ക് ചെയ്യുക. അനധികൃത പാർക്കിങ്ങിന് 250 രൂപ ഫൈൻ ഈടാക്കുന്നതാണ്. നമ്മൾ വാഹനം റോട്ടിലല്ലേ ഇട്ടേക്കുന്നത്, ഫൈൻ ഈടാക്കുമെങ്കിൽ പോലീസല്ലേ ആക്കുള്ളൂ. അതെ, കോമൺ ഏരിയയിൽ പുകവലിക്കാനോ മദ്യപിക്കാനോ പാടില്ല. ഞാൻ പുകവലിക്കാറില്ല. ഞാൻ മദ്യപിക്കാറുമില്ല. ഫ്ലാറ്റിലെ അന്തേവാസികൾ കൃത്യമായി വാഹനം പാർക്ക് ചെയ്യേണ്ടതാണ്. നമ്മളതിന് ഫ്ലാറ്റിലെ അന്തേവാസികളല്ലല്ലോ. അല്ല, 10 മണിക്ക് ശേഷമുള്ള എല്ലാ ഡെലിവറികളും സെക്യൂരിറ്റി ക്യാബിനിൽ മാത്രം ഏൽപ്പിക്കുക. പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. എൻ്റെ വലിയ ബാഗൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡെലിവറി പോയെന്ന് കരുതി കാണൂ. നീ ആ കിങ്ങണീനെ ഷെയ്ക്കിനെയൊക്കെ പുള്ളിനെ കാണിച്ചു കൊടുത്തില്ലേ? സന്ദർശകരുടെ പേരും നമ്പറും രേഖപ്പെടുത്തിയ ശേഷം മാത്രം പ്രവേശിക്കുക. എന്തേ പേരെഴുതിയില്ലേ? എഴുതി. പക്ഷേ പേരെഴുതിട്ട് പോ. താഴെ എഴുതി വെച്ചിട്ടൊക്കെയാണോ കേറി വന്നേ? എന്താ ചേട്ടന്റെ പേര്? വേലായുധൻ. ഞാൻ ചേട്ടനെ വേലൂന്നേ വിളിക്കൂ. ആയിക്കോട്ടെ. പുറത്തു നിങ്ക വന്ന് പ്രശ്നം പണ്ടുന്നവർക്ക് മാത്രം, പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനാണെങ്കിൽ അവർക്ക് പിന്നാടിയ സെക്യൂരിറ്റിയുടെ പ്രേതം ജോഗിങ് പണിയിട്ടേ കലക്കി. അപ്പൊ അത് തന്നെ കാര്യം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഞങ്ങൾ ഓടിപ്പോയി താഴെ പോയി പേരെഴുതണ്ടേ? എടാ നീയൊക്കെ എങ്ങനെ താഴെ പോവാനാ? നിന്നെക്കെ ഇട്ട് കറങ്ങിക്കൊണ്ടിരിക്കണല്ലേ പുള്ളി. ഇനിയിപ്പോ ആര് താഴെ പോവും? അത് ആര് താഴെ പോവും? ഞാൻ പോണെന്നോണ? അല്ലാണ്ട് പാട്ടി പോയിട്ട് കാര്യമില്ലല്ലോടാ. എന്താടാ, നിനക്ക് പേടിയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് പേടിയില്ലെന്ന്. എന്നാ എനിക്കിപ്പോ കുറച്ച് പേടിയുണ്ട്. ആ, എനിക്ക് തോന്നിയായിരുന്നു. എടാ, നീ ഇവിടത്തെ അന്തേവാസിയല്ലേ? ഞങ്ങളല്ലേ പേരെഴുതാതെ വലിഞ്ഞേറി വന്നത്. ഞങ്ങളെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ, നിന്നെ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് വേണം നിന്നെയൊക്കെ സഹായിച്ചതിന് പുള്ളി എന്നെ ടെറസിൽ തള്ളി താഴെ ഇടാൻ. എടാ, ഇങ്ങനെ പേടിക്കാതെടാ. ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഏത്തിസ്റ്റ് അല്ലേ? നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? വഴി അറിഞ്ഞാലേ നീ ഉണ്ടാക്കത്തുള്ളൂ. ആരെങ്കിലും വിളിച്ചാൽ രാവിലെ ബാഗ് എടുത്തോണ്ട് ഇറങ്ങിക്കോളും. അവൻ ഓണം ഉണ്ണാൻ ഈ പ്രേതാലേ കിട്ടിയുള്ളൂ. രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് മന്തി. എന്താ അവിടെ നിന്നിരിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വാ. ആ പ്രേതത്തിന് വായ്പ പോയി കയറാനാണോ നിന്റെ വലിയ പ്ലാൻ? ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഞാൻ ഇവിടെ പോവാനാ, നമ്മൾ ഈ ഉപ്പിലല്ലേ. എടാ, നമുക്ക് മേളിൽ പോയി മദ്യവെച്ചാലോ? ആ, മദ്യത്തിന് കയ്പല്ലേ? അല്ലെ ഈന്തപ്പഴോ കശുവണ്ടിയോ അച്ചാറോ വല്ലതും എടുത്താലോ? അയ്യോ, ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. നീ താഴെ പോയി 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ആ, എടുത്തിട്ട് വരാം. േടാ, ചേട്ടൻ വന്ന്. ഹലോ. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? ടെറസിൽ പോകണം, 2 അടിക്കണം. എടാ, ഒരു ഗ്ലാസ് എടുത്തോണ്ട് പോയാൽ നമുക്ക് ചേട്ടനുമായിട്ട് അടിക്കാം. ഞങ്ങൾ ആ രജിസ്റ്ററിൽ എഴുതാത്തതിനല്ലേ താൻ ഞങ്ങളെ ഇട്ട് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നേ അല്ലേ? ആണെങ്കിൽ ചേട്ടന് ഉളുപ്പില്ല ചേട്ടന്മാര് ചെറിയ കേസിനൊക്കെ ഇട്ട് ഓടിക്കാനായിട്ട്. ഞാനിവിടെ ജീവനോടുള്ള സമയത്ത് ഒരുത്തനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ല. പിന്നല്ലേ ഇപ്പോ അധികം വാവിളിക്കൊന്നും വേണ്ട. ഇയാളാ ഈച്ചയുടെ പുറകെ പോയിട്ട് കാല് തന്നെ താഴെ വീണല്ലോടാ വടിയായത്. അതിന്റെ പ്രശംസയല്ലേ ഇവിടെ എനിക്ക് പേടിപ്പിക്കാൻ വരുന്നു മനുഷ്യനെ.
അത് മാത്രം നടക്കൂല മോനെ. ചോദിച്ചൂടെ? ഞങ്ങൾ നാളെ വന്ന് ഉൾപ്പെടുത്തില്ല. ഇത് ഞങ്ങൾ വെളിയിലോട്ട് കേട്ടിട്ട് നാട്ടിൽ തള്ളിട്ട് കൊല്ലാൻ നോക്കുന്നത്. എനിക്കൊരു കോഴ്സ് കൂടി പഠിച്ചെടുക്കണ്ട, അല്ലെങ്കിൽ എന്റെ അച്ഛൻ്റെ അണ്ടറിൽ തന്നിരിക്കേണ്ടി വരും ചേട്ടാ. രണ്ടിനെയും കൊല്ലണമെന്ന് വിചാരിച്ചാ പോകുമ്പോ എക്സിറ്റ് മാർക്ക് ചെയ്താൽ മറക്കരുത് കേട്ടല്ലോ. നിന്റെ ആ ബാഗ് സെക്യൂരിറ്റി ക്യാബിലുണ്ട്, പോയി എടുത്തോ. എന്റെ പാസ്പോർട്ട്. ഹാപ്പി ഓണം. ആയിക്കോട്ടെ. ഓക്കേണാ? കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്കെന്റെ ഉമ്മാനെ കാണണം. ഈ ആരെങ്കിലൊക്കെ കാണണം. നാട്ടിലോട്ട് വരുന്നോ? ഞാനും വരാ. വാ. ഇതെന്നാന്ന് ഉറപ്പാണോ? ആരോടെങ്കിലും ചോദിക്കാം. ചോദിക്കുക. ചേട്ടാ, സുനിലിന്റെ ഫ്ലാറ്റ് ഇതാണോ? അറിയില്ലേ, ഇന്ന് ജോലി പോയ ഞങ്ങളുടെ ഫ്രണ്ട് സുനിലിന്റെ ഫ്ലാറ്റ് അറിയില്ല? എന്നാ അറിഞ്ഞോ, ഇതാണ് ജോലി പോയ ഞങ്ങളുടെ കൂട്ടുകാരൻ സുനിലിന്റെ ഫ്ലാറ്റ്. അഥവാ ഇനിയിപ്പോ ആരെയും ചോദിച്ചാലും അറിയില്ലെന്ന് പറയാലോ. എന്നാ കാശ് സുനിൽ നന്നായിട്ട് കണ്ടാ മതി കേട്ടോ. പോക്കോ. ചേട്ടാ, ഏണി വെക്കാൻ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാത്ത ഫ്ലാറ്റാ. സൗകര്യങ്ങൾ കുറവാണ്ടോ? നമുക്കായിരിക്കണം രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ടിട്ട് പോയാലോ? രജിസ്റ്ററിൽ ഇത് ഒപ്പിടാൻ നമ്മളെന്താ കല്യാണം കഴിച്ചാ? നമുക്ക് സുനിയുടെ ഫ്ലാറ്റ് കണ്ടുപിടിക്കണ്ടേ? ആളുകളൊക്കെ കിടന്ന് ഉറങ്ങല്ലേ, പതുക്കെ. സുനി മൂക്കട്ട കൊതിയാ. ഞങ്ങൾ